നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ 2 നമ്മൾ ഒരുപാട് ചിത്രങ്ങളുടെ രണ്ടാം ഭാഗം നന്നായിട്ടുള്ളതും വളരെ മോശമായിട്ടുള്ളതും ആദ്യത്തെ ഭാഗത്തിനെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള രണ്ടാം ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ലതുമുണ്ട്, ചീത്തയുണ്ട്. പക്ഷെ ഇന്ത്യൻ 2 ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ഒരു പാർട്ട് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു ദുരന്ത സിനിമ പോലെയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാൻ തിയേറ്ററിൽ വന്ന് കണ്ടതിന് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം എൻ്റെ ഒരാവശ്യമില്ലാത്ത ഒരു ഫാഷൻ പരേഡ് പോലെ ശങ്കറിന്റെ ബ്രഹ്മാണ്ഡ സിനിമ എന്ന് പറഞ്ഞ് ശരിക്കും കോടികൾ മുടക്കി സ്ക്രീനിൽ കുറെ കളർഫുൾ കാര്യങ്ങളെല്ലാം അവിടെ ദീപാവലി പോലെ വാരി വെതറി എന്നുള്ളതല്ലാതെ ഒന്നും തന്നെ എടുത്ത് പറയത്തക്ക ഒന്നും ഇല്ലാത്തൊരു സിനിമ. എനിക്കൊന്ന് ഈ അടുത്ത കാലത്ത് അനിരുദ്ധിന്റെ മ്യൂസിക് വളരെ മോശമായൊരു സിനിമ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചിലപ്പോഴൊക്കെ ഒരു ശകലം ആവേശം പകരുന്നുണ്ടെങ്കിലും ആവേശം പകരുന്ന ഒരു സീൻ പോലും എടുത്തു പറയത്തക്ക ഇല്ല. കാരണം ഇന്ത്യൻ സിനിമ കണ്ട ഒരാളെന്ന നിലയിൽ അതിനകത്ത് സേനാപതി എന്ന് പറയുന്ന ഗംഭീര ക്യാരക്ടർ ചെയ്ത കമലഹാസൻ, അതിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു, ഒരു കഥയുണ്ടായിരുന്നു കൃത്യമായിട്ട്. അതിനകത്തെ പാട്ടുകൾ, അതിനകത്തെ വിഷ്വൽസ് എല്ലാം ഗംഭീരം. പിന്നെ ഈ പറഞ്ഞ പോലെ ശരിക്കും നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു കണ്ടന്റ് അതിനകത്ത് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഇന്ത്യൻ 2 ചെയ്യാൻ വേണ്ടി എടുത്തത് വേണ്ടി പോലായിപ്പോയി. ഇന്ത്യൻ 3 ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് കമലഹാസൻ പറഞ്ഞപ്പം ഒരു വല്ലാത്ത ചതിയായി പോയെന്ന് തോന്നുന്നു. കാരണം ഇത് കാണാൻ ഇരിക്കുന്നവർ, ഇന്ത്യൻ കണ്ടവർ ഉറപ്പായിട്ട് ഇന്ത്യൻ 2 കാണാൻ ഇരിക്കുന്നവരെ നമ്മൾ നിരാശപ്പെടുന്നില്ല. പക്ഷെ ഇതിനു വേണ്ടി ടിക്കറ്റ് എടുക്കണമെന്ന് 2 വട്ടം നിങ്ങൾ ആലോചിക്കുക. കാരണം ഇത് പ്രത്യേകിച്ച് റിവ്യൂ ചെയ്ത് നമുക്ക് കൊല്ലണ്ട അങ്ങനെയുള്ള ഒന്നും ഒരാവശ്യമില്ല. നമ്മൾ റിവ്യൂ ചെയ്യുന്നു, അത് കൃത്യമായിട്ട് പറയുന്നു. ഇതിനകത്ത് സിദ്ധാർത്ഥ്, അതുപോലെ തന്നെ നെടുമുടി വേണുവിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം, നല്ല ഭാഗങ്ങളെല്ലാം വെച്ചാൽ ചെയ്തേക്കെന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമെങ്കിലും നമുക്ക് കാണാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ എസ് സൂര്യ 1-2 ഭാഗങ്ങൾ കയ്യടി മേടിക്കുന്നുള്ളത്. ഒരു 3 മണിക്കൂറോളം ഡ്യൂറേഷനുള്ള സിനിമ എങ്ങനെങ്കിലും തീർക്കുക എന്നുള്ളത്, കണ്ട് തീർക്കുക, എങ്ങനെങ്കിലും കണ്ടു തീർക്കുക. OTT ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 10 ദിവസം ഇരുന്ന് കാണാം. ആ രീതിയിലൊരു സിനിമ എന്തായാലും തീർത്തും നിരാശാജനകം, വളരെ മോശം. ശങ്കർ എന്ന് പറഞ്ഞ സംവിധായകന്റെ ഗ്രാഫ് ഓരോ ദിവസവും താഴ്ന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അടുത്ത അദ്ദേഹത്തിന്റെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു പ്രതീക്ഷയും ഈ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് തോന്നുന്നില്ല. അന്നേരം ഇന്ത്യൻ 3 എന്തായാലും തിയേറ്ററിൽ പോയി കാണത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ 2 നമ്മഭാഗം തീർത്തും നിരാശാജനകത്തിന് മണ്ടയ്ക്ക് എന്തെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ ആ വാക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ്സിൽ ഇടാം. എന്തായാലും അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണണോ വേണ്ട എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തായാലും ഇതാണ് ഞാൻ കണ്ടതിന് ശേഷമുള്ള എൻ്റെ അഭിപ്രായം.